ആദിവാസി ഗോത്ര മഹാസഭ അധ്യക്ഷ സി.കെ. ജാനു സുൽത്താൻ ബത്തേരിയിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന. ജാനുവിനെ മത്സരരംഗത്തിറക്കാൻ ബി.ജെ.പി നടത്തിയ ശ്രമം വിജയിച്ചതായാണ് സൂചന. ഇതിനിടെ ആദിവാസി ഗോത്ര മഹാസഭയോ ജനാധിപത്യ ഊരുവികസന മുന്നണിയോ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നറിയിച്ച് മുന്നണി കോർഡിനേറ്റർ എം. ഗീതാനന്ദൻ രംഗത്ത് വന്നു. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് സി.കെ. ജാനു ബി.ജെ.പി നേതൃത്വം നൽകുന്ന എൻ.ഡി.എ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുറപ്പായി. സുൽത്താൻ ബത്തേരിയിലായിരിക്കും ജാനു ജനവിധി തേടുക. സിറ്റിംഗ് എം.എൽ.എ കോൺഗ്രസിന്റെ ഐ.സി. ബാലകൃഷ്ണനാണ് ഇവിടെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി. ജാനുവിനെ മത്സരരംഗത്തിറക്കാൻ ബി.ജെ.പി ദിവസങ്ങൾക്ക് മുമ്പേ ശ്രമം ആരംഭിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചുകൊണ്ട് ജാനു രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ 2 ദിവസമായി നടക്കുന്ന ചർച്ചയിൽ ജാനുവിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായി കഴിഞ്ഞുവെന്നാണ് സൂചന. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും. ഇതിനിടെ ആദിവാസി ഗോത്ര മഹാസഭയോ ജനാധിപത്യ ഊരു വികസന മുന്നണിയോ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടാവില്ലെന്ന് അറിയിച്ച് മുന്നണി കോർഡിനേറ്റർ എം. ഗീതാനന്ദൻ രംഗത്തെത്തി. വ്യക്തിപരമായിട്ട് ഞാൻ പോകില്ല എന്നാണ് നമ്മുടെ വികാരം. പോയി കഴിഞ്ഞാൽ അത് ഈ സംഘടനക്കോ പ്രസ്ഥാനത്തിനോ 10 വർഷമായിട്ട് ബിൽഡപ്പ് ചെയ്യുന്നതിന് തിരിച്ചടിയും നിങ്ങൾ പിന്തുണയ്ക്കില്ല. ജില്ലയിലെ ശക്തമായ മത്സരം പ്രതീക്ഷിക്കുന്ന സുൽത്താൻ ബത്തേരിയിൽ രുക്മിണി സുബ്രഹ്മണ്യമാണ് LDF സ്ഥാനാർത്ഥി. ഇരുമുന്നണികൾക്കുമൊപ്പം സി.കെ. ജാനു കൂടെ എത്തുന്നതോടെ ബത്തേരിയിൽ ശക്തമായ ത്രികോണ മത്സരം ഉറപ്പായി കഴിഞ്ഞു. റിപ്പോർട്ടർ, വയനാട്.